അറിവ് നേടണം എന്ന് ഇസ്ലാം പറഞ്ഞത് എന്തിനാണെന്നറിയങ്ങള്? അറിവ് നേടണമെന്ന് പറഞ്ഞത് അമലിനു വേണ്ടിയാണ്. വെറുതെ അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ചിട്ട് കാര്യമില്ല. അവിടെ കുറെ ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയാണ്. ദീനിയായ അറിവ് നേടി അവർ പഠിച്ച് അതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സമ്മാനം കൊടുക്കുകയാണ്. പക്ഷെ ഈ സമ്മാനം വാങ്ങലാണോ ഇവരുടെ ലക്ഷ്യം? ഒരിക്കലും അങ്ങനെ ആയിക്കരുത്. സുബൈക്ക് നീക്കാത്ത വീടാണ്. എപ്പോഴും മ്യൂസിക്കും പാട്ടും തന്നെയാണ് ആ വീട്ടിലുള്ളത്. താടിവടി കൃത്യമായി മൂപ്പര് എല്ലാ ദിവസവും തെറ്റാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അതിൽ മൂപ്പർക്ക് യാതൊരു മാറ്റമല്ല. 6 കൊല്ലം ഖുർആൻ പഠിച്ചിട്ടും മൂപ്പര് താടിവടി നിർത്തിയിട്ടില്ല. മൂപ്പരെ മീശ മൂപ്പര് ഒരിക്കലും ചെറുതാക്കൂല. ആകെ നമ്മളെ പൗരനെ ഈ മീശ ഇതുമ്മയപ്പങ്ങൾ കളിക്കണെന്ന് അറിയാം. ഇതും കൂടി ഇല്ലെങ്കിൽ നമ്മളെവിടെ? അങ്ങനെയാ മൂപ്പര സ്വഭാവം. മൂപ്പര തുണി അത് നെരിയാടിന്റെ മീത കയറിയ ഒരു കാലം മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല. അതിലിപ്പോ എന്താ? ഇതൊക്കെയാണ് ഇസ്ലാം. എന്നല്ലേ അത് മാത്രം മൂപ്പര് പഠിച്ചു. കഷ്ണം അത്തഖ്വഹാഹുന ഇവിടെ അല്ലേ എന്ന് പറയും. കണ്ടോ? നരച്ചിന് കറുപ്പിക്കാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ട്. അതൊന്നും മൂപ്പർക്ക് ബാധകല്ല. മൂപ്പർക്ക് ഒന്നും പറയാ. അതിന്റെ ഗൗരവത്തിലാ മുടി കറുപ്പിച്ചവനെ പറ്റി അള്ളാന്റെ റസൂല് പറഞ്ഞത്, മൻ ഖല്ലബ ബിസ്സവാദ് സവ്വദല്ലാഹു വജ്ഹു യൗമൽ ഖിയാമ. ആരെങ്കിലും കറുപ്പ് കൊണ്ട് ചായം കൊടുത്താൽ അവന്റെ മുഖത്തെ നാളെ പരലോകത്ത് അല്ലാഹു കറുപ്പിക്കും. ഇനി മറ്റേ മൗലവി കറുപ്പിക്കണ്ടല്ലോ, ഈ മൗലവി കറുപ്പിക്കണ്ടല്ലോ. മൗലവി പോയോടത്തേക്ക് ഇച്ചും പോണ്ടി വരും. അത് ചിലപ്പോ നരകായിരിക്കും. മൗലവിനെ പറയാ. അങ്ങനെയുണ്ട് ചില ആളുകള്. സുന്നികളെ വർത്താനാത്. മൗലവി അങ്ങനെ, മുസ്ലിയാർ ഇങ്ങനെ. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഈ മുസ്ലിയാർക്കും അനക്ക് ഒരേ ഇസ്ലാമാണ്. എല്ലാവർക്കും വേണ്ടി അത് പറയണത്. മനസ്സിലായില്ലേ? അവസാന കാലത്ത് ചില ആളുകൾ വരും, അവർ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കും. അവർ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുന്നതല്ല. ഈ 2 ഹദീസും ഈ ശൈഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഗായത്തുൽ മറാം ഫീ തഖ്രീജ് അഹാദീസിൽ ഹലാൽ വൽ ഹറാം എന്ന ഗ്രന്ഥത്തിൽ എടുത്ത് ഉദ്ധരിച്ചു. എന്താ കാരണം? ഹലാൽ വൽ ഹറാം ഫിൽ ഇസ്ലാം വിധി വിലക്കുന്നുണ്ട്. യൂസുഫുൽ ഖർലാവിക്ക് ഒരു പുസ്തകമുണ്ട്. യൂസുഫുൽ ഖർലാവി പേരുകേട്ട പണ്ഡിതനാണ്. പക്ഷെ ഒരുപാട് വ്യതിയാനങ്ങളുള്ള ആളാ. മ്യൂസിക് കേൾക്കേണ്ടവർക്ക് അതിന് ഫത്വ. പെണ്ണ് ആണ് വേഷം കെട്ടി, ആണ് പെണ്ണ് വേഷം കെട്ടി അഭിനയിക്കണമെങ്കിൽ അതിന് ഫത്വ. ചാവേറ് ബോംബ് കൊണ്ടോൻ അതിന് ഫത്വ. ഫോട്ടോ എടുക്കണ്ടോൻ അതിന് ഫത്വ. എല്ലാത്തിനും ഫത്വ കൊടുക്കുന്ന ആളാ മൂപ്പര്. താടി പഠിക്കണ്ടോൻ അതിന് ഫത്വ ഒക്കെ കൊടുക്കും. ആ കൂട്ടത്തിന് മൂപ്പര് താടി കറുപ്പിക്കാനും ഫത്വ കൊടുത്തു. അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ശൈഖ് നാസറുദ്ദീൻ അൽബാനി ഈ 2 ഹദീസുകൾ എടുത്തു കൊടുത്തു. അദ്ദേഹത്തെ തെറ്റുപറ്റിയതാണ്, അതിനെ പിൻപറ്റാൻ പാടില്ല. ഇങ്ങനെ പിഴച്ച ഫത്വകളുടെ പിന്നാലെ കൂടിയിട്ട് ആ മൗലവി ചെയ്യുന്നു, ഈ മൗലവി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല കോലം. ഇവനൊക്കെ ഖുർആൻ പഠിച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ചിട്ട് എനിക്ക് ആ റാങ്കിന്റെ പെണ്ണുങ്ങൾക്ക് ആ റാങ്ക്, ഞങ്ങൾ അവിടെ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ റാങ്ക് വാങ്ങി എന്നൊന്നും പറഞ്ഞൊരു കാര്യമല്ല. ഇൽമ് നേടുന്നത് അമലിനു വേണ്ടിയായിരിക്കണം. അതാണ് ഇൽമുൻ നാഫിഅ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്നും. കണ്ടോ? മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ. ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. കണ്ടോ നിങ്ങള്? അപ്പോൾ നാഫിആയ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് നേടിയെടുക്കേണ്ടത് അമലിന് വേണ്ടിയായിരിക്കണം. അമൽ ചെയ്യുന്നാത്ത ഇൽമ് ഒരു പ്രയോജനമില്ലാത്ത ഇൽമാണ്. സുഹൃത്തുക്കളെ, ഭൗതിക വിജ്ഞാനം നേടാൻ വേണ്ടി ആയുസ് മുഴുവൻ നീക്കി വെക്കും. പരലോകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അയാൾ പഠിക്കൂല. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അവർ ദുനിയാവിന്റെ പുറംമോടി മാത്രം അറിയുന്നു. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ആഖിറത്തെ സംബന്ധിച്ച് അവരിൽ അധിക പേരും അശ്രദ്ധരാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞുണ്ടോ, അക്തറുന്നാസി ലൈസ ലഹും ഇൽമൻ ഇല്ലാ ബിദ്ദുനിയാ വക്തിസാബിഹാ വശുഊനിഹാ. ജനങ്ങളിൽ അധികം ആളുകൾക്കും വ്യക്തമായി അറിഞ്ഞുകൂടാ ദുനിയാവിനെ സംബന്ധിച്ചും അത് സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ചും ഭൗതിക കാര്യങ്ങളെ കുറിച്ചുമല്ലാതെ. ഫഹും ഹുദ്ദാഖുൻ അദ്കിയാഉ ഫീ തഹ്സീലിഹാ. അതിൽ അവർ സമർത്ഥന്മാരും നിപുണന്മാരുമാണ് ദുനിയാവ് നേടിയെടുക്കുന്നതിലും സമ്പാദിക്കുന്നതിലും. വവുജൂഹി മകാസിബിഹാ. സമ്പത്ത് നേടിയെടുക്കുന്ന മാർഗങ്ങളെ സംബന്ധിച്ചും അവർ നല്ല അറിവുള്ളവരാണ്. പക്ഷേ വഹും ഗാഫിലൂന ഫീ ഉമൂരിദ്ദീൻ. ദീനിന്റെ കാര്യങ്ങൾ നിസ്കരിക്കാൻ വരെ അറിഞ്ഞുകൂടാ. ദീനിന്റെ കാര്യം അവർക്ക് അറിഞ്ഞു. വമാ യൻഫഉഹും ഫിദ്ദാരിൽ ആഖിറ. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. കഅന്ന അഹദഹും മുഗഫലുൻ ലാ ദിഹ്ന ലഹു വലാ ഫിക്റ. അവരിൽ ഓരോരുത്തരും ഒരു ചിന്തയും ബുദ്ധിയും ഇല്ലാത്ത, ചിന്താശേഷി ഇല്ലാത്ത അശ്രദ്ധനെ പോലെയാണ്. ഇതല്ലേ നമ്മളിൽ പലരുടെയും അവസ്ഥ?